അടുത്താണെങ്കിൽ അച്ഛനുണ്ടാവുമായിരുന്നു, പച്ച പോലുമില്ല. അമ്മ മരിച്ചു കിടക്കുമ്പോഴേ അവര് എല്ലാം റെഡിയാക്കാം, ഇനി ഒന്നും ഇതാക്കാന്ന് പറഞ്ഞ ഇപ്പൊ എല്ലാം പോയില്ല. പോലീസ് തന്നെയാണ് അവര് ഒരു ആക്ഷൻ എടുത്താണെങ്കിൽ അച്ഛനും ഇവിടെ ഉണ്ടാവില്ല. 2 പോലീസുകാർ വന്നിട്ട് അയാളിനെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു, അത്രേ അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് അതേപോലെ തന്നെ വന്നു. ഞാൻ അച്ഛൻ എപ്പോൾ വരുമ്പോഴും ഞാൻ അച്ഛൻ്റെ കൂടെ പോണതാണ്. ഇന്നലെ ഈ ഞായറാഴ്ച പോയിട്ടില്ല, ഞാനും പോയതാണെങ്കിൽ ഇതന്നെയല്ല എന്റെ അവസ്ഥ. ജീവൻ കൊടുത്ത അമ്മയുടെ ചോരയിൽ പുതഞ്ഞ അനക്കമറ്റ ശരീരം കണ്ട് വർഷമഞ്ച് പൂർത്തിയാകുമ്പോഴേക്കും അതേ വീട്ടിൽ അതേ കൊലയാളിയുടെ വടിവാൾ തലപ്പിൽ അച്ഛനും അച്ചമ്മയും വെണ്ണീറായ വേദനയിൽ താങ്ങും തണലും പോയില്ലേ, ഞങ്ങൾക്കിനി ആരാ എന്ന് 2 പെൺകുഞ്ഞുങ്ങളുടെ തീക്കണ്ണീരിൽ ആ സാധുക്കളുടെ നിലവിളിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ദൈവമേ എന്ന ആത്മപുച്ഛത്തിൽ അസ്വസ്ഥമാക്കുന്ന നെന്മാറ വാർത്തകൾക്ക് ചോരച്ചുവയാണ്. പാലക്കാട്ടിൽ പെരുമഴയിൽ ഇടിവെട്ടിയങ്ങ് മരിച്ചുപോയവരല്ല. 2 തവണയായി 3 സാധുക്കളെ ഒരു മനുഷ്യമൃഗം വിരട്ടി വേട്ടയാടി വെട്ടിയിട്ടതാണ്. നരഭോജി ജാമ്യത്തിലിറങ്ങി അന്നു മുതൽ പ്രാണൻ കയ്യിൽ പിടിച്ച് പേടിച്ച് ജീവിച്ചവരാണ്. രാഷ്ട്രീയ ശക്തിയില്ലാത്തവരാണ്, ആൾബലമില്ലാത്തവരാണ്, പാവങ്ങളാണ്. അങ്ങേയറ്റം വാവിട്ട് കരഞ്ഞു കണ്ണീര് പറ്റിയ പെൺകുട്ടികളുടെ കാഴ്ചയിൽ നമ്മുടെയൊക്കെ പെങ്ങന്മാരുടെ പെൺകുഞ്ഞുങ്ങളുടെ മുഖമോർമ്മ വരുന്നില്ലേ? അഖില പറയലാണ്, അയൽവക്കത്ത് ആ കൊലയാളി വന്നത് മുതൽ അമ്മയുടെ ചോര വീണ ആ വീട്ടിലേക്ക് അച്ഛൻ പോകുമ്പോഴൊക്കെ ഞാൻ കൂട്ടുപോകാറുണ്ട്. ആയുഷ്കാലത്തേക്ക് അമ്മയോർമ്മയുടെ ആഘാതത്തിൽ പിതാവിന് കാവലായി ദുർബലമായ കൈകൾ കൊണ്ട് അവൾ അച്ഛനെ ചേർത്ത് പിടിച്ചെങ്കിൽ ആ കൗമാരക്കാര് ഹൃദയാഴത്തിൽ പേര് നടന്ന പേടിയെത്ര